പെനുകൊണ്ടയിലെ ഗഗൻ മഹൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവസാന കാലഘട്ടത്തിലെ വാസ്തുവിദ്യാ മിടുക്ക് വ്യക്തമാക്കുന്ന മനോഹരമായ ഒരു നിർമ്മിതി കൂടിയാണ്. ഹൈന്ദവ ഇസ്ലാമിക് ശൈലികളുടെ സമന്വയമായ ഇന്തോ ഇസ്ലാമിക് ശൈലിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത്. കൊട്ടാരത്തിൻ്റെ പ്രധാന നിർമ്മാണത്തിൽ ഇസ്ലാമിക് രീതിയിലുള്ള കൂർത്ത കമാനങ്ങളും വിശാലമായ മണ്ഡപങ്ങളും നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ മുകൾ ഭാഗത്ത് ദ്രാവിഡ ക്ഷേത്ര ഗോപുരങ്ങൾക്ക് സമാനമായ ശിഖരങ്ങൾ നൽകിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഹംപിയിലെ പ്രശസ്തമായ ലോട്ടസ് മഹലിന് സമാനമായ രൂപകൽപ്പന കൂടിയാണിത്. ഇങ്ങനെ ഈ മഹാനിർമ്മിതിയിലേക്ക് നാം നടന്നു നീങ്ങുമ്പോൾ മറ്റ് അനേകം കാഴ്ചകളാണ് നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെടുക. ഇവിടെയുള്ള ഒരു കുളവും ഒപ്പം ഈ കുളത്തോടനുബന്ധിച്ച് നിർമ്മിച്ചിരിക്കുന്ന ചെറിയ ചെറിയ പുരാതനവും ആധുനികവുമായ നിർമ്മിതികളും ഒപ്പം അതിമനോഹരമായി തന്നെ രൂപകൽപ്പന ചെയ്ത് ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന ഒരു പാർക്കും, ആ പാർക്കിൽ ഏറ്റവും മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു ശിവവിഗ്രഹവും ഒക്കെ ഈ സ്ഥലത്തിൻ്റെ ഭംഗി വിളിച്ചോതുന്നതാണ്. ഒരു തടാകക്കരയിലാണ് ഈ നിർമ്മിതികൾ എന്നതാണ് ഇതിനെ ഏറ്റവും വൈശിഷ്ട്യമുള്ളതാക്കുന്നത്. സായാഹ്നങ്ങളിൽ കുടുംബത്തോടൊപ്പവും കുട്ടികളോടൊപ്പവും ഒക്കെ വന്നിരുന്ന് സായാഹ്നങ്ങൾ ആസ്വദിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഒരു ഇടം കൂടിയാണിത്. ഇവിടെ നിന്നാൽ മനോഹരമായ കുന്നുകളും കുന്നുകളുടെ ഭംഗിയും അതുപോലെ തന്നെ ഒപ്പം ആന്ധ്രാപ്രദേശിൻ്റെ തനതായ ഭൂമിയുടെ ഘടനയും ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ ഈ മനോഹരമായ കാഴ്ചകൾ കാണാനായി നാം നടന്നു നീങ്ങുമ്പോൾ ഇപ്പോൾ നാം എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ ഒരു പാർക്കാണ്. ഇത് കുട്ടികൾക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു പാർക്കാണ്. ഇതിലെ പ്രവേശന കവാടത്തിൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്ന പടുകൂറ്റൻ ഒരു നിർമ്മിതിയാണ് ലോർഡ് ശിവയുടെ ഒരു അതിബൃഹത്തായ ഒരു വിഗ്രഹം. അതിമനോഹരമായി രൂപകൽപ്പന ചെയ്ത് ഒരു നല്ല ശില്പി ജീവനുറ്റ ഒരു ശില്പമായി ഇതിനെ കടഞ്ഞെടുത്തിരിക്കുന്നത് നമുക്ക് ഈ ശില്പം കാണുമ്പോൾ മനസ്സിലാവുന്നതാണ്. ഒരു പാർക്കാണെങ്കിൽ കൂടി വളരെ മനോഹരമായിട്ടാണ് ഈ ശില്പം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നതും ഇതിൻ്റെ പണി കഴിപ്പിച്ചിരിക്കുന്നതും. ഇവിടെ നിന്ന് സഹയാത്രികർ പലരും ധാരാളം ഫോട്ടോകളും ഒക്കെ എടുത്ത് അവിടെ നിന്നും ഇപ്പോൾ നാം നടന്നെത്തിയിരിക്കുന്നത് ഗഗൻ മഹൽ പാലസിലേക്കാണ്. ഈ ഗഗൻ മഹൽ പാലസ് 3 നിലകളുടെ ഒരു ഘടനയായിട്ടാണ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിലെ താഴത്തെ നില വലിയ കമാനങ്ങളും കട്ടിയുള്ള തൂണുകളുമുള്ള വിശാലമായ ഹാളാണ്. ഇത് രാജസഭയായും പൊതുജനങ്ങളെ കാണാനുള്ള സ്ഥലമായും അന്നത്തെ ഭരണാധികാരികൾ ഉപയോഗിച്ചിരുന്നു. 2ാം നില രാജകുടുംബാംഗങ്ങളുടെ വസതിയും അന്തഃപുര സ്ത്രീകൾക്ക് പുറത്തെ കാഴ്ചകളും ഉത്സവങ്ങളും കാണാനുള്ള സുരക്ഷിതമായ ക്രമീകരണങ്ങളും ഒരുക്കുന്ന ഒരിടം കൂടിയായിരുന്നു. 3ാം നില ശത്രുക്കളുടെ നീക്കങ്ങൾ ദൂരത്തു നിന്ന് തന്നെ നിരീക്ഷിക്കാൻ സഹായിക്കുന്ന വാച്ച് ടവർ ആയാണ് പ്രവർത്തിച്ചിരുന്നത്. ഈ ഗഗൻ മഹലിലെ ഏറ്റവും പ്രധാന ആകർഷണം പ്രകൃതിദത്തമായി തണുപ്പ് നൽകുന്ന ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന കൂളിംഗ് സിസ്റ്റമാണ്. ചുണ്ണാമ്പ് കല്ലും പ്രത്യേക കൂട്ടുകളും ചേർത്താണ് കൊട്ടാരത്തിൻ്റെ ചുവരുകൾ നിർമ്മിച്ചിരിക്കുന്നത്. കട്ടിയുള്ള ചുവരുകളും കാറ്റ് തടസ്സമില്ലാതെ കടന്നു പോകാൻ സഹായിക്കുന്ന ഉയർന്ന കമാനങ്ങളും കൊട്ടാരത്തിനുള്ളിൽ എപ്പോഴും തണുത്ത അന്തരീക്ഷം നിലനിർത്താൻ സഹായിച്ചിരുന്നു. പ്രധാനമായും കല്ലുകൾ, ചുണ്ണാമ്പ്, ഇഷ്ടികകൾ എന്നിവയാണ് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഭിത്തികളിൽ മനോഹരമായ പൂക്കളുടെയും മൃഗങ്ങളുടെയും കൊത്തുപണികളും നമുക്ക് കാണാം. താളിക്കോട്ട യുദ്ധത്തിന് ശേഷം ഹംപി തകർന്നപ്പോൾ
സുരക്ഷിതമായ ഒരു കോട്ടയും കൊട്ടാരവും പണിയുക എന്ന ലക്ഷ്യത്തോടെയാണ് സുരക്ഷയ്ക്കും ആഡംബരത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകി വിജയനഗര ശില്പികൾ ഇത് രൂപകൽപ്പന ചെയ്ത് തങ്ങളുടെ രാജാവിനു വേണ്ടി ഇത് നിർമ്മിച്ചു നൽകിയിരിക്കുന്നത്. ഇങ്ങനെ മനോഹരമായ ഈ ഗഗൻ മഹലിലെ കാഴ്ചകൾ കണ്ട് സഹയാത്രികർക്കൊപ്പം ഞാനും ഇതിൻ്റെ അത്ഭുതകരമായ സൃഷ്ടികളെ കുറിച്ച് അത്ഭുതം കൊണ്ട് നടക്കുകയാണ്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ വാസ്തുവിദ്യ മികവാണ് ഈ ഗഗൻ മഹൽ നമ്മോട് വിളിച്ചോതുന്നത്. ആന്ധ്രാപ്രദേശിലെ ശ്രീ സത്യസായി ജില്ലയിലുള്ള പെനുക്കൊണ്ടയിലുള്ള ഒരു മനോഹരമായ സൃഷ്ടിയാണ് ഈ ഗഗൻ മഹൽ എന്ന് പറയാതെ വയ്യ. 16-ാം നൂറ്റാണ്ടിൽ വിജയനഗര ഭരണാധികാരികളുടെ കാലത്താണ് ഇത് നിർമ്മിക്കപ്പെടുന്നത്. 1565 താലിക്കോട്ട യുദ്ധത്തിന് ശേഷം ഹംപി തകർന്നപ്പോൾ വിജയനഗര രാജാക്കന്മാർ പെനുക്കൊണ്ടയെ തങ്ങളുടെ രണ്ടാമത്തെ വേനൽക്കാല തലസ്ഥാനമാക്കി മാറ്റുകയുണ്ടായി. വിജയനഗര രാജാക്കന്മാരുടെ വേനൽക്കാല വസതിയായും രാജകൊട്ടാരവുമായും ആണ് ഇത് പ്രവർത്തിച്ചു വന്നിരുന്നത്. ഇത് ഇന്തോ ഇസ്ലാമിക് ദ്രാവിഡ വാസ്തുവിദ്യാ ശൈലികളുടെ അപൂർവമായ ഒരു സംഗമം കൂടിയാണ്. 3 നിലകളുള്ള ഈ മന്ദിരത്തിൻ്റെ മുകൾ ഭാഗത്ത് ഹൈന്ദവ ക്ഷേത്ര ഗോപുരങ്ങൾക്ക് സമാനമായ ശിഖരങ്ങളും വശങ്ങളിൽ ഇസ്ലാമിക് ശൈലിയിലുള്ള കൂർത്ത കമാനങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ശത്രുക്കളുടെ ആക്രമണം മുൻകൂട്ടി അറിയാൻ സഹായിക്കുന്ന നിരീക്ഷണ ഗോപുരവും വേനൽക്കാല കൊട്ടാരത്തിനുള്ളിൽ തണുപ്പ് നിലനിർത്താൻ സഹായിക്കുന്ന തരം എയർ സർക്കുലേഷൻ സംവിധാനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായി നമുക്ക് കാണാൻ സാധിക്കുക. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പ്രതാപകാലത്തിന് ശേഷമുള്ള ചരിത്രം അറിയാൻ ആഗ്രഹിക്കുന്ന സഞ്ചാരികൾക്ക് അനുയോജ്യമായ ഒരു കേന്ദ്രം കൂടിയാണിത്. 1565 താലിക്കോട്ട യുദ്ധത്തിന് ശേഷം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ രണ്ടാമത്തെ തലസ്ഥാനമായി മാറിയ പെനുക്കൊണ്ടയുടെ ചരിത്ര അവശേഷിപ്പ് കൂടിയാണിത്. അങ്ങനെ ഇതിൻ്റെ അത്ഭുതകരമായ നിർമ്മാണ രീതിയും ചരിത്ര പ്രാധാന്യവും ഒക്കെ ഓർത്തെടുത്തുകൊണ്ടും കണ്ടുകൊണ്ടും ഈ ഗഗൻ മഹൽ പാലസിലെ നമ്മുടെ കാഴ്ച അവസാനിപ്പിച്ച് മറ്റ് കാഴ്ചകളിലേക്ക് ഞാനും നടന്നു നീങ്ങുകയാണ്.